ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി കുടുംബം നശിപ്പിച്ച് ഭർത്താവിൻ്റെ 50 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞ മകന് വയറ് നിറയെ ഭക്ഷണവുമായിട്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ വിക്ഷോപ്പുറം തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാം. അങ്ങനെ അവിടെ ചെന്ന് മകൻ ഇനി കോടീശ്വരിയായ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുക്കുമെന്നും അതുവഴി മകൻ്റെ ജീവിതം രക്ഷപ്പെടുത്തി കൊടുക്കുമെന്നൊക്കെ അമ്മ മകന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആ അമ്മ ആ മകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹം പണിതുണ്ടാക്കി ആ പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് അതും മകന് കൊണ്ടേ കൊടുക്കണം. ഈ സമയം ഇവിടെ വെച്ച് വിളമ്പുകയും അതുപോലെ തന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യ സമയങ്ങളിൽ നോക്കുകയും ചെയ്യുന്ന ആ ഒരു രേവതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പുല്ല് വില പോലും കൊടുത്തിട്ടുമില്ല. അങ്ങനെ രേവതിയെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന ആ ഒരു പ്രവണതയായിട്ടാണ് ചന്ദ്രമതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് മക്കളുടെ ജീവിതത്തിലെ പുരോഗമനവും സ്നേഹവും കരുതലും അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാനൊക്കെയുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് രവിയേട്ടനാണെങ്കിലും ലക്ഷ്മിയാണെങ്കിലും കിണഞ്ഞു പരിശ്രമിക്കുന്നു. അപ്പോൾ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് വരണം, ഔദ്യോഗികമായി തന്നെ അവരെ വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കണം എന്ന്. അപ്പോൾ വരാമെന്നും പറഞ്ഞ് അവരിങ്ങനെ പിരിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഇങ്ങനെ വഴിയിൽ നിന്ന് ആലോചിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രവിയേട്ടൻ വീട്ടിലേക്ക് ചെന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വേഗം വന്നു. അപ്പോൾ അച്ഛൻ വന്നത് കണ്ട് അച്ഛന് കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുടിക്കാൻ എന്തെങ്കിലും മതിയെന്നും പറഞ്ഞ് അദ്ദേഹം രേവതിയോട് പറയാം. ആ സമയം നോക്കി രേവതിയോട് ചോദിച്ചു, എന്തിയേ അമ്മ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഇവിടെ ഇല്ല, അമ്മ കുറച്ച് മുമ്പ് പുറത്തേക്ക് പോയതാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ആ നേരം പോയിട്ട് അവൾ ഇതുവരെ വന്നിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അച്ഛാ വന്നില്ല എന്ന് പറയാം. പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് രവിയേട്ടൻ ചന്ദ്രമതിയെ വിളിക്കുവാണ്. അപ്പം ചന്ദ്രമതിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഫോൺ എടുത്തു. നീ ഇതെവിടെയാ പോയിട്ടെന്താ ഇത്രയും നേരമായിട്ട് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഭാമയുടെ വീട്ടിലാണെന്ന് പറഞ്ഞു. ഭാമയുടെ വീട്ടിലോ? ഭാമയുടെ വീട്ടിൽ പോയിട്ട് നീ എന്താ ഇത്രയും നേരമായിട്ട് മടങ്ങിയെത്താത്തത്? സാധാരണ നീ ഇത്രയും താമസിക്കുന്നതൊന്നും അല്ലല്ലോ, നീ ഭാമയുടെ വീട്ടിൽ തന്നെയാണോ പോയത് എന്നിങ്ങനെ ചോദിച്ചപ്പം അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? എന്താ നിങ്ങൾക്ക് എന്നെ സംശയമാണോ? ഞാൻ ഭാമയുടെ വീട്ടിൽ തന്നെ ഉള്ളതെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അമ്മ മകനോട് അച്ഛൻ വിളിച്ച കഥയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക. കാരണം ഇനിയും സമയം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാമയുടെ വീട്ടിലേക്ക് അദ്ദേഹം അന്വേഷിച്ച് വന്നാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അതറിയാവുന്നത് കൊണ്ട് പുള്ളിക്കാരി നൈസായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ മോൻ വിഷമിക്കേണ്ട, അമ്മ നാളെ വരാം എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി അങ്ങ് പോരുന്നത്. അപ്പോൾ അമ്മ കൊണ്ടുവരുന്ന ഭക്ഷണം കാത്തിരിക്കുന്ന മകൻ അമ്മയെ പറഞ്ഞയക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. രേവതി അച്ഛന് കുടിക്കാനുള്ള അത് കേട്ട് വന്നു അച്ഛനും മോളും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ഛന് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് കയ്യിലൊരു വിക്ഷോപ്പർ തൂക്കിക്കൊണ്ട് നമ്മുടെ ചന്ദ്രമതി കയറി വന്നു. അപ്പോൾ ചന്ദ്രമതിയെ കണ്ടു കഴിഞ്ഞപ്പം നീ ഇതെങ്ങോട്ടാണ് ഈ വിക്ഷോപ്പറൊക്കെ ആയിട്ട് പോയത്? ഭാമയുടെ വീട്ടിലേക്ക് തന്നെയല്ലേ നീ പോയത്? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? ഫോണിൽ വിളിച്ചപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ എന്നോട് ചോദിച്ചത്. എന്താ നിങ്ങൾക്ക് എന്നെ വല്ല സംശയമുണ്ടോ? ഭാര്യ എങ്ങോട്ട് പോയെന്നും ആ ഭാര്യ അവിടെ തന്നെയാണോ നിൽക്കുന്നത്, അതെയോ മറ്റെവിടേക്കെങ്കിലും ആണോ പോയത് എന്നൊക്കെ ചോദിക്കുന്നതേ അന്തസ്സുള്ള ഭർത്താക്കന്മാർക്ക് ചേർന്നതല്ല. അത്ര അന്തസ്സില്ലാത്തവരാണ് അങ്ങനത്തെ പ്രവൃത്തിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അന്തസ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല, നീ പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് അറിയണമല്ലോ, കാരണം നീ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആണല്ലോ എന്നൊക്കെ പറഞ്ഞു രവിയേട്ടൻ പറഞ്ഞു. അപ്പോൾ ഈ ചന്ദ്രമതിയുടെ കള്ളത്തരങ്ങളും ഈ വിക്ഷോപ്പറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു പന്തികേട് തോന്നി അവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ രേവതിക്ക്. അപ്പോൾ നീ ഈ വിക്ഷോപ്പറിൽ എന്താ കൊണ്ടുപോയെന്ന് ചോദിച്ചു. ഭാമയ്ക്ക് കുറച്ച് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു, ഞാൻ അതും കൊണ്ട് പോയതാണെന്ന് പറഞ്ഞപ്പോൾ ഭാമയ്ക്ക് ഭക്ഷണമോ? അതെന്താ ഭാമയ്ക്ക് ഭക്ഷണമായിട്ട് പോയത്? അതെന്താ ഭാമയുടെ വീട്ടിൽ ഭക്ഷണമൊന്നുമില്ലേ? ഇന്ന് വരെ ഇല്ലാത്ത ശീലങ്ങളൊക്കെ എന്താ ഭാമയ്ക്ക്? നിങ്ങളെങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ഓരോന്ന് കുത്തി ചോദിക്കുന്നത്? അവൾക്ക് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പോയി. നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതോ? നീ അല്ലല്ലോ ഇപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, രേവതി മോളല്ലേ. നിൻ്റെ കൂട്ടുകാരിക്ക് നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ നീ തന്നെയല്ല ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കേണ്ടത്, അല്ലാതെ രേവതി ഉണ്ടാക്കിയത് നീ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളെ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. അപ്പോൾ രേവതി അവിടെ ഇട്ട് മൂപ്പിച്ചിട്ടാണ് പോയത്. രേവതിക്ക് അന്നേരം തൊട്ട് എന്തോ പന്തികേട് മണത്താ. രേവതി എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഇങ്ങനെ ആകെ തപ്പിത്തടഞ്ഞ് നിൽക്കുന്ന ചന്ദ്രമതിയെ കണ്ടപ്പോൾ അമ്മ ഭാമാരിയുടെ അടുത്തേക്ക് തന്നെയാണോ പോയത്? അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ എൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടാൻ നിന്നേക്കരുത്. എൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് എന്നെ ചോദ്യം ചെയ്യാനും എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരിയാക്കാനും നീ ശ്രമിച്ചാൽ നിന്നോടുള്ള സംസാരം ഈ രീതിയിലായിരിക്കില്ല. ആ സംസാരത്തിൻ്റെ രീതി ഞാനങ്ങ് മാറ്റും. പറഞ്ഞില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് ചുമ്മാ നിന്ന് രേവതിയോട് ദേഷ്യപ്പെടുന്നു.
അപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിക്ക് കൺഫേം ആയി ഇവരെന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട്, ഇവരെന്തോ മറയ്ക്കുന്നുണ്ടെന്ന്. അത് മറച്ചു പിടിക്കാനും മറ്റാരും ചോദിക്കാതിരിക്കാനുമാണ് ഇവരിങ്ങനെ കിടന്ന് ഒച്ചയെടുക്കുന്നതെന്ന്. അങ്ങനത്തെ നമ്മുടെ രേവതി അതും മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുക. ഇന്നലെ വരെ കണ്ട, അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്നത് വരെ കണ്ട അമ്മയല്ല ഇത്, ഈ അമ്മയ്ക്ക് എന്തോ മാറ്റമുണ്ട്, അമ്മ എന്തൊക്കെ ഒളിക്കുന്നുണ്ടെന്നുള്ള കാര്യം രേവതി മനസ്സുകൊണ്ട് ഉറപ്പിച്ച് അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് ഈ പുള്ളിക്കാരിയാണെങ്കിൽ അതായത് കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ രേവതിയോട് കഴുകി വയ്ക്കാൻ പറയുകയാണ്. ഈ മകന് ഭക്ഷണം കൊണ്ടുപോയ പാത്രങ്ങൾ രേവതിയോട് കഴുകി വയ്ക്കാൻ പറഞ്ഞു. രേവതി അതിനൊന്നും മിണ്ടിയില്ല. തുണി മാറാനായിട്ട് എന്നിട്ട് കയറിപ്പോയി ചന്ദ്രമതി. രേവതി എന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മറത്തേക്ക് വരുമ്പോൾ അതേ വരുന്നു നമ്മുടെ ലക്ഷ്മി വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മേന്ന് വിളിച്ച് ഓടി അങ്ങ് ചെന്നു രേവതി. ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ, ആഹാ മുന്നറിയിച്ചാൽ മാത്രമേ എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാൻ പാടുള്ളൂ എന്നുണ്ടോ എന്ന് ചോദിക്കുക രേവതിയോട് അമ്മ ഞാൻ അങ്ങനെ ചോദിച്ചതല്ല, അമ്മ വരുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. അമ്മയും മകളും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. അമ്മ ഇരിക്കാനൊക്കെ പറഞ്ഞു രേവതി. ഞാൻ ഇരുന്നോളാം, പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നു. വന്നപ്പോൾ എന്താ, ലക്ഷ്മിയുടെ കയ്യിൽ ഒന്നുമില്ല. രേവതിക്ക് കൊണ്ടുവന്ന ചെറിയ എന്തോ ഒരു പലകാരപ്പൊതി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ മോളെ കാണാൻ വന്നത് വെറുകൈയോടെയാണോ വന്നത്? സാധാരണ മക്കളെ കാണാൻ വരുമ്പോൾ കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരാറ്. എന്താ ഒന്നും ഇല്ലായിരുന്നോ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ നമ്മുടെ രേവതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അമ്മ എന്നെ കാണാൻ വന്നതാ. എന്നെ കാണാൻ വന്ന എൻ്റെ അമ്മയുടെ കൈ നിറയെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും എൻ്റെ അമ്മ വന്നത് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഇങ്ങനെയൊന്നും അമ്മ പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക്. ചന്ദ്രമതി മോന്തയെ വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്നാണ് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നത്. രവിയേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ. മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ അവിടെ നിൽക്കുക. ആരെ ഇത് ലക്ഷ്മിയോ വാ ഇരിക്കുന്നൊക്കെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്ര ആ വീട്ടിൽ ആരും അല്ലാത്തതുപോലെ അങ്ങ് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവിടെ പോയി നിന്ന് ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നിന്ന് കേൾക്കോ ഇവരെന്താ പറയുന്നതെന്ന് അറിയാനായിട്ട്. അപ്പം ഞാൻ കുട്ടികളെ വിരുന്നിന് വിളിക്കാൻ വന്നതാണെന്നും, വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായില്ലേ അവിടെ വരെ വന്നില്ലല്ലോ, വിരുന്നിന് വിളിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമായി. അങ്ങനെ ഇവർ പോകുന്ന ഗ്യാപ്പിൽ മകനെ അവിടെ കയറ്റാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചേട്ടോ. പക്ഷെ അതവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ. അന്നേരത്തേക്കും ഭയങ്കര ദേഷ്യപ്രകടനങ്ങളും കാര്യങ്ങളും. അതിന് ഇവരെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യം എന്താ, ഇവരങ്ങോട്ടേക്ക് വരേണ്ടത് തന്നെയല്ലേ, അവരെത്തിക്കോളും എന്ന് നമ്മുടെ രവിയേട്ടൻ പറഞ്ഞപ്പം അത് പിന്നെ സച്ചിമോന് ഇഷ്ടപ്പെടുമോ എന്നറിയില്ലല്ലോ. അവൻ്റെ ഇഷ്ടമൊക്കെ എന്തിനാ നോക്കുന്നത്, അവൻ ഇഷ്ടപ്പെടാഴിയൊന്നുമില്ല. ഞാൻ രണ്ടുപേരെയും കൂടെ വിരുന്നിന് പറഞ്ഞു വിട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ പറയാം. അപ്പോഴേക്കും ഉടക്ക് വർത്തമാനമായിട്ട് ചന്ദ്രമതി കയറി വന്നപ്പോൾ ചന്ദ്രമതി നീ മിണ്ടരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വായ അടപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ലക്ഷ്മി പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കി ലക്ഷ്മി അങ്ങ് പോവുകയും ചെയ്തു. വന്നപ്പോൾ തൊട്ടാട്ടും തുപ്പും അല്ലെങ്കിൽ ആ കളിയാക്കലൊക്കെ ഉള്ളതാണ് ചന്ദ്രമതിക്ക്. അതിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ അതിനൊന്നും പ്രതികരിക്കാതെ നമ്മുടെ ലക്ഷ്മി വന്ന കാര്യം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ സച്ചി വന്നു. സച്ചിയോട് അന്നേരം വിരുന്നിന് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ രവിയേട്ടൻ. പക്ഷേ സച്ചിക്കാണെങ്കിൽ ഒരു ഇഷ്ടക്കുറവ് പോവാനായിട്ട്. എന്നാലും അച്ഛൻ ഇങ്ങനെ തറപ്പിച്ച് പറയുക പോയേ പറ്റുമെന്ന്. അപ്പം അച്ഛനെ പേടിയായതുകൊണ്ട് മനസ്സോടെയാണെങ്കിലും പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ചന്ദ്രമതിയെ തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ആദ്യത്തെ യാത്ര നമ്മുടെ സച്ചിയും രേവതിയും കൂടെ പുറപ്പെടുക. അപ്പം അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി കഥ നാളെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.